സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേ നിൽക്കാം. സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേ നിന്നുകൊണ്ട് കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. 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 നിന്റെ പാപങ്ങളാണ് അവിടുന്ന് ചുമലിൽ വഹിച്ചത്, നിന്റെ രോഗങ്ങളാണ് അവിടുന്ന് ഏറ്റുവാങ്ങിയത്, നിന്റെ അകൃത്യങ്ങളാണ് അവിടുന്ന് ചുമലിൽ വഹിച്ചത്. ഇതാ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, അവസാന തുള്ളി രക്തം പോലെ നിനക്ക് വേണ്ടി വാർന്നവന്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളും വിശ്വാസയുടെ കണ്ണ് തുറന്നുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കാം. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നമ്മെ സുഖപ്പെടുത്തുവാൻ ദൂരമോ സമയമോ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും അവിടത്തേക്ക് ആവശ്യമില്ല. ഇതാ ഈ സ്വർഗീയ മണിക്കൂറിലേക്ക്, സ്വർഗീയ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യ മക്കളോടുകൂടെ. കുരിശു ചുമന്നിട്ടും കൈപ്പ് കുടിച്ചിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കുരിശു ചുമന്നിട്ടും കൈപ്പ് കുടിച്ചിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും എല്ലാ മക്കളും കരങ്ങളടിച്ച് പാടാം. കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ശക്തിയോടെ പാടിയേ കൊല്ലപ്പെട്ടിട്ടും വാദമൊന്ന് പാടി പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ. നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിനക്ക് വേണ്ടി കൊല്ലപ്പെട്ടവനാണ്, എന്നാൽ നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ഈ ദൈവത്തിലേക്ക് നോക്കി നീ പാട്, ഈ ദൈവത്തിലേക്ക് നീ പ്രാർത്ഥിക്ക്. നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും നീ ഒന്ന് നോക്കിയേ ജീവിക്കുന്ന കർത്താവ് നിന്നെ നോക്കുന്നു നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? ചേർന്ന് പാടാം. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. 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 ഇതാ പ്രിയമുള്ളവരെ, നിനക്ക് വേണ്ടി നിന്നെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന തമ്പുരാനെ നോക്കിക്കൊണ്ട് നീ കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് നിന്റെ കരങ്ങൾ രണ്ടും ഈശോയ്ക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് നീ സ്തുതിക്കട്ടെ. ജീവിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. ഇനി എല്ലാവരും ശാന്തമായിട്ട് ഇരുന്ന് തമ്പുരാന്റെ മുന്നിൽ നീതിക്കണം. ഈ രാത്രിയുടെ യാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിന്റെ നിമിഷമായി മാറ്റുവാൻ വേണ്ടിയാണ്
ഈ മണിക്കൂർ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത്. നീ നിന്റെ ബാഹ്യമായ കണ്ണ് തുറന്നൊന്ന് ഈശോയെ നോക്കിയേ. നീ അവനെ നോക്കിയാൽ അവൻ നിന്നെയും നോക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 9 വാക്യത്തിൽ പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്ന് മറുപടി നൽകും. നിനക്ക് വേണ്ടി മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മുന്നിലേക്ക് നിന്റെ ആഗ്രഹങ്ങളും യാചനകളും അപേക്ഷകളും എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ മനസ്സ് നിറയെ ദുഃഖമായിട്ടായിരിക്കാം നീ ഇരിക്കുന്നത്. വ്യത്യസ്തമായ അവസ്ഥകളാൽ കടന്നുപോയപ്പോൾ തളർന്ന വ്യക്തിയായി നീ മാറിയിട്ടുണ്ടായിരിക്കാം. എങ്കിൽ ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, അനേകരെ ശക്തിപ്പെടുത്ത ദൈവമാണെങ്കിൽ നിന്നെ ശക്തിപ്പെടുത്തും. ഈ രാത്രി അതിനു വേണ്ടിയാണ്, ഈ മണിക്കൂർ അതിനു വേണ്ടിയാണ്, ഈ മണിക്കൂർ നിന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്നത്. നീ ഒന്ന് നോക്കിയേ, എത്ര വേദനയോടുകൂടി മോശ ദൈവത്തോട് പറഞ്ഞില്ലേ, എന്താണ് കർത്താവേ നീ ഉത്തരം തരാത്തത്? വീണ്ടും മോശ പരിഭവത്തോടുകൂടി പറഞ്ഞില്ലേ, ഈ ജനത്തിന്റെ ഭാരമെല്ലാം ഞാൻ എന്തിനാണ് ചുമക്കുന്നത്? ഇവർ ഞാനാണോ പ്രസവിച്ചതെന്ന്? പ്രിയമുള്ള സഹോദര സഹോദരി, മോശയുടെ മനസ്സ് കണ്ട കർത്താവ് ഇപ്പോൾ ഈ ജീവിക്കുന്ന കർത്താവ് നിന്റെ മനസ്സും കാണുന്നു. മോശയുടെ കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ കൈ ചെറുതായിട്ടൊന്നുമില്ല, നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന്. എങ്കിൽ ഈ ദൈവത്തിന്റെ പക്കലേക്ക് നിന്റെ ദുഃഖങ്ങളും വേദനയെല്ലാം നീ സമർപ്പിക്കണം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 6 വാക്യത്തിൽ പറയുന്ന പോലെ, നീ കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തമ്പുരാനെ നോക്കിയ, നീ കണ്ണ് തുറന്നൊന്ന് നോക്കിയേ. നീ എവിടെ ഇരുന്നാണെങ്കിലും പ്രിയമുള്ളവരെ, നീ നിന്റെ TV സ്ക്രീനിലേക്കോ ഒരുപക്ഷെ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ എല്ലാം നിനക്ക് കർത്താവിനെ കാണാൻ സാധിക്കും. എന്തെന്നാൽ നീ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിന്റെ ദൈവത്തെയാണ് കാണുന്നത്, ജീവിക്കുന്ന കർത്താവ്. ഈ ജീവിക്കുന്ന കർത്താവിനെ നീ കാണുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ഒത്തിരി സംരക്ഷണ കോട്ട കെട്ടി നിന്നെ അനുഗ്രഹിക്കുന്ന അവസ്ഥ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. സക്രിയയുടെ പുസ്തകം 2 അധ്യായം 4 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കോട്ടയില്ലാത്ത കൊട്ടാരം പോലെ ആയിരിക്കുന്നുവെന്ന്. ഒന്ന് ചിന്തിച്ചേ പ്രിയമുള്ളവരെ, നീ നിമിത്തമായിട്ടോ നിന്റെ കുടുംബാംഗങ്ങൾ നിമിത്തമായിട്ടോ സംരക്ഷണവും സമാധാനവും സന്തോഷവും നഷ്ടമായ ഒരവസ്ഥയാണെങ്കിൽ ദൈവം ഇന്ന് നിനക്ക് ഈ സംരക്ഷണം തരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ സംരക്ഷണം എന്താണ്? നിന്റെ ദുഃഖത്തിലേക്ക് അവൻ കടന്നു വന്നുകൊണ്ട് അനുഗ്രഹിക്കും. മോശയെ ശക്തിപ്പെടുത്തി, ഇതുപോലെ നിന്നെ ശക്തിപ്പെടുത്തും. തളർന്ന ജോഷുവയെ അനുഗ്രഹിച്ചു, അവനോട് ധീരനാകാൻ പറഞ്ഞു. എന്നുപോലെ നിന്നെയും ശക്തനും ധീരനാക്കി അനുഗ്രഹിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീയോ നിന്റെ കുടുംബാംഗങ്ങൾ നിമിത്തമായിട്ട് ഇന്ന് നിന്റെ കുടുംബത്തിലോ നിന്റെ ജീവിതത്തിലോ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നീ കർത്താവിനെ വിളിക്കണം, ഈ ദൈവത്തെ നീ വിളിക്കണം. അപ്പൊ കർത്താവ് പറയും, സക്രിയയുടെ പുസ്തകം 2 അധ്യായം 5 വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടുകയാണെങ്കിൽ ഉടനെ കർത്താവ് പറയുന്ന മറ്റൊരു വാഗ്ദാനമുണ്ട്, അതിന്റെ മധ്യത്തിൽ ഞാൻ ശക്തിയായ സാന്നിധ്യമായി മാറും. ഇന്ന് ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാത്തതാണ്. ഈ ദൈവം നിനക്ക് തന്ന സംരക്ഷണം അറിഞ്ഞോ അറിയാതെയോ നഷ്ടമായതാണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥയെങ്കിൽ ഈ തമ്പുരാനെ ക്ഷണിക്കണം, നീ തമ്പുരാനെ വിളിക്കണം. തമ്പുരാൻ കോട്ട കെട്ടും നിനക്ക്. ചുമ്മാ കോട്ടയല്ല, അഗ്നി കൊണ്ടുള്ള കോട്ടയാകട്ടും. വീണ്ടും കർത്താവിന്റെ വാഗ്ദാനം, അതിന്റെ മധ്യത്തിൽ ഞാൻ മഹത്വമായിരിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ മഹത്വമല്ലാതായതാണ് എല്ലാത്തിനും കാരണമെങ്കിൽ ഇന്ന് ഈ നിമിഷം വീണ്ടും ആ വാഗ്ദാനം നിറവേറ്റപ്പെടാൻ പോകുന്നു. എങ്ങനെ? വചനം പറയുന്നു, 3 അധ്യായം സക്രിയയുടെ പുസ്തകം 3 അധ്യായം 9 വാക്യത്തിൽ പറയുന്നു, ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവിന് നിനക്കും നിന്റെ രോഗത്തിനും നിന്റെ വേദനയ്ക്കും സംരക്ഷണമായി മാറാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഈ സംരക്ഷണം തരികയാണെങ്കിൽ ഒരു കാര്യം കൂടി കർത്താവ് ഉറപ്പ് തരുന്നു. സക്രിയയുടെ പുസ്തകം 9 അധ്യായം 8 വാക്യം,
ആരും കയറിയിറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ സംരക്ഷണം. ഈ സംരക്ഷണ വലയം എന്ന് പറയുന്നത് ജോബിന്റെ പുസ്തകം 1:10. ഈ സംരക്ഷണ വലയം എന്ന് പറയുന്നത് ജോബിന്റെ പുസ്തകം 1-ാം 10-ാം വാക്യം എന്താണ്? നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ സമ്പത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീ ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എന്ത്? നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ സമ്പത്തിന് സംരക്ഷണം തന്ന കർത്താവിന്റെ ശക്തി അനുഭവിക്കാൻ പോകുന്നു. എല്ലാവരും ചേർന്ന് പാടണം. ഇതൊരു പാട്ടല്ല പ്രിയമുള്ളവരെ, തമ്പുരാന്റെ കൂടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നീ നിന്നെ സമർപ്പിച്ചുള്ള പാട്ടല്ല, പ്രാർത്ഥനയാണ്. ഒപ്പം രണ്ടുമായിക്കൊള്ളട്ടെ. ഒന്നുണ്ട് ആടി പാടണം. നിന്റെ കാലൊക്കെ മാറ്റി ചവിട്ടി നീ കരങ്ങൾ ശക്തിയോടെ അടിച്ച്, ഒരുപക്ഷെ നീ വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കാം. ഈശോയെ നീ കണ്ടുകൊണ്ടാണ് നീ ജോലി ചെയ്യുന്നതായിരിക്കും. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന വ്യക്തിയാകാം. വ്യത്യസ്തമായ സാഹചര്യമാകും. എന്തുമായിക്കൊള്ളട്ടെ, നീ ഇപ്പോൾ ഭാവന കാണണം. ജീവിക്കുന്ന കർത്താവിത നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സമ്പത്തിനെയും നിന്റെ ജോലി സ്ഥലത്തെയും നീ ജോലി ചെയ്യുന്ന ആശുപത്രിയും നിന്റെ ബിസിനസ്സിനെയും എല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ശക്തിയോടെ ഇത് ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി, ആത്മാവ് തന്ന സൗഖ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് നീ സ്തുതിച്ച് നീ പാട്, സ്തുതിച്ച് നീ പാട്. ഈ പാട്ടിന്റെ അഭിഷേകം, പാട്ടുടെ ശക്തി ഇതാ കർത്താവ് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാദം നീ പാടണം. എവിടെയാണോ ഇരുന്ന് നീ പാടുന്നതെങ്കിൽ ഇതാ ശക്തിയോടെ പാടുമ്പോൾ ഈ ദൈവത്തിന്റെ സന്ദേശം നിനക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ പതിയണമേ, അഗ്നിനാവുകളിൽ പതിയണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ഈ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ അഭിഷേകത്തെ കർത്താവ് നിന്നെ നിറയ്ക്കും. ഇവൻ ജീവിക്കുന്ന കർത്താവാണ്. ഈ തമ്പുരാനിലേക്ക് നോക്കി നീ പാട്, തമ്പുരാനിലേക്ക് നോക്കി നീ ശക്തിയോടെ പാടി നീ പ്രാർത്ഥിക്ക്. സ്തുതിച്ച് പാടിക്കോളൂ, സ്തുതിച്ച് പാടിക്കോളൂ. ജനത്തിന്റെ വിടുതലിനായി ഇന്ന് അഭിഷേക ജ്വാലയ പടരണമേ. പ്രാർത്ഥിക്കും ജനത്തിന്റെ വിടുതലിനായി ഇന്ന് അഭിഷേക ജ്വാലയ പടരണമേ. പ്രാർത്ഥിക്കും ജനത്തിന്റെ വിടുതലിനായി ഇന്ന് അഭിഷേക ജ്വാലയ പടരണമേ. പ്രാർത്ഥിക്കും ജനത്തിന്റെ വിടുതലിനായി ഇന്ന് അഭിഷേക ജ്വാലയ പടരണമേ. ഈ മുൾപ്പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ഈ മുൾപ്പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിക്കാം, കരങ്ങൾ ഉയർത്തിയടിക്കാം. അഭിഷേകം പാടി പ്രാർത്ഥിച്ചേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ പതിയണമേ, അഗ്നിനാവുകളിൽ പതിയണമേ. ആത്മാവേ താത്തിയടിക്കാം, രണ്ട് സൈഡിലേക്ക് വീശിയടിക്കാം. പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം പകരണമേ. ആമേൻ, ആമേൻ. ആത്മാവേ
ശക്തിയോടെ അഭിഷേകം വലിയ ആനന്ദത്തോടെ പാടട്ടെ. ആത്മാവേ നിറയണമേ ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പാടട്ടെ. അഭിഷേകം പടരട്ടെ. ആത്മാവേ നിറയണമേ ആത്മാവേ നിറയണമേ. ആമേൻ ആമേൻ ആമേൻ. ആത്മാവേ നിറയണമേ അഭിഷേകം പകരണമേ ആത്മാവേ നിറയണമേ അഭിഷേകം പകരണമേ ആത്മാവേ നിറയണമേ അഭിഷേകം പകരണമേ ഹല്ലേലൂയ കരങ്ങൾ വീശി പാടാം. ഈ ദൈവത്തിലേക്ക്, ഈ ദിവ്യകാരണ നാളിലേക്ക് നോക്കി നീ വീശി നീ പാട്. ഹല്ലേലൂയ 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 ശക്തിയോടെ ശ്രദ്ധിക്കാം. ശക്തിയോടെ നീ ശ്രദ്ധിച്ചാട്ടെ. ശക്തിയോടെ ശ്രദ്ധിച്ചാട്ടെ. ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ശ്രദ്ധിക്കുന്നു 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 ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ആ കാര്യങ്ങൾ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. നീ കണ്ണ് തുറന്ന് നോക്കണം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന് നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിനക്ക് സൗഖ്യം തരാൻ സാധിക്കും. നീ വിശ്വസിക്കുക. അതുകൊണ്ടാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യതമാക്കി നിന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിന്നോടൊപ്പമായി നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് യാക്കോബിന് പറഞ്ഞത്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ഈ ദൈവം നിന്നോട് കൂടെയുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇപ്പോൾ നീ ഈ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ദുഃഖവും വേദനയും രോഗത്തിൽ നിന്നെല്ലാം വിടുതലും സൗഖ്യവും പ്രാപിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം. എങ്കിൽ ഈശോയിലേക്ക് നോക്കണം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ശുശ്രൂഷ സംബന്ധിച്ചൊരു സഹോദരി മെസ്സേജ് അയച്ചു. ആരാധന സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി തീഷ്ണമായി ഞാൻ പ്രാർത്ഥിച്ചു. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന മകളായിരുന്നു. ആ മകള് പറഞ്ഞു, ആരാധനയിലേക്ക് എൻ്റെ ഉയർത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഉയർത്തുവാൻ ഞാൻ ശ്രമിച്ചു. ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മകള് വലത് കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇടത് കൈ കൊണ്ട് താങ്ങിപ്പിടിച്ചിങ്ങനെ ഉയർത്തി. ആ മകളുടെ വിശ്വാസത്തെ പ്രത്യുത്തരമായി പരമപരിശുദ്ധമായ ദിവ്യകാരണനാഥൻ സൗഖ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ മകള് മെസ്സേജ് അയച്ചു, ഈ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് എന്റെ കൈക്ക് സൗഖ്യം തന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കാളികളാകുന്നു. ഇപ്പോൾ തന്നെ ഈശോയിലേക്ക് നീ എന്ന് പ്രാർത്ഥിച്ച് നീ കാണണം, നിനക്ക് സൗഖ്യം തരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ആ മകള് തമ്പുരാനോട് ചോദിച്ചിട്ട് ചെയ്തു. ആ മകള് പറഞ്ഞു, ആ സന്ദേശത്തിൽ എഴുതി, അത്ഭുതമായ സൗഖ്യം കിട്ടിയ നിമിഷത്തില് ആ മകൾക്ക് ഏറെ സന്തോഷമായി. ആരാധന തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയാമോ? ആ മകള് തന്റെ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത് കാലിന് ശക്തമായ വേദന ഉണ്ടായിരുന്ന ഭർത്താവ് ആ സമയത്ത് ജോലി സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ സഹോദരി സ്വന്തം ഭവനത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് നേഴ്സാണ് ആ മകള്. ജോലി കഴിഞ്ഞ് വന്നിട്ടും ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് ശേഷമേ ഉറങ്ങാൻ പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശുശ്രൂഷ പങ്കെടുത്തു. തനിക്ക് കിട്ടിയ സൗഖ്യം തന്റെ ഭർത്താവിന് കിട്ടണമെന്ന് ആ മകൾ ഏറെ ആഗ്രഹിച്ചു. ആ സഹോദരി പറയാണ്, എനിക്ക് സൗഖ്യം കിട്ടിയ സന്തോഷത്താല് ഞാൻ തമ്പുരാന് പറഞ്ഞു, തമ്പുരാനെ എനിക്ക് സൗഖ്യം തരാൻ സാധിച്ചുവെങ്കിൽ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നു, എന്റെ ഭർത്താവിന് സൗഖ്യം കൊടുക്കണമെന്ന്. രോഗിയായ ഭർത്താവിന്റെ കാലിന്റെ വേദന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, 4 മണിക്കൂർ കഴിഞ്ഞ് ആ സഹോദര ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഇന്ന സമയത്ത് എനിക്കെന്തോ കാലിന് ശക്തമായ തരിപ്പ് അനുഭവിക്കുന്ന അവസ്ഥ വന്നു. അതിനുശേഷം വേദന കംപ്ലീറ്റ് കർത്താവ് എടുത്തു മാറ്റി തോന്നി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞു, ഇന്ന സമയത്തല്ലേ ചേട്ടന് ആ തരിപ്പ് അനുഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ കറക്റ്റ് ആ സമയമായിരുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒന്നുകൂടി നീ കണ്ണ് തുറന്ന് ഈശോയിലേക്ക് നോക്കുന്നു. കണ്ണ് തുറന്ന് ഈശോയിലേക്ക് നോക്കുന്നു. ജീവിക്കുന്ന കർത്താവ് സൗഖ്യദായകന കർത്താവാണ്.
മോശ പറഞ്ഞില്ലേ, പരിഭവം പറഞ്ഞില്ലേ? ആ മോശയുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തില് അനുഗ്രഹിച്ച ദൈവം നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു. നീ കണ്ണു തുറന്ന് നോക്കിയേ. എല്ലാ മക്കളും ഇടത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ നീ ആഗ്രഹിക്കേ, നീ വലത് കൈ ഈശോയ്ക്ക് നീട്ടിപ്പിടിക്കണം. ഇത് വെറും ഒരു അപ്പമല്ല, ജീവിക്കുന്ന കർത്താവാണെങ്കിൽ ഈ ജീവിക്കുന്ന കർത്താവിന് നിനക്ക് സൗഖ്യം തരാൻ നീ വിശ്വസിച്ചുകൊണ്ട് നീ കണ്ണ് തുറന്ന് ഈശോയെ നോക്കണം. ഇതാ നിന്റെ കരങ്ങൾ തമ്പുരാന്റെ കരങ്ങളായി മാറ്റിക്കൊണ്ട് തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. കണ്ണു തുറന്ന് വലത് കൈ ഈശോയിലേക്ക് നോക്കി ഇത് അവന്റെ ശക്തി നീ സ്വീകരിച്ചുകൊണ്ട് ആ വലത് കൈ രോഗബാധിതമായ നിന്റെ ശരീരഭാഗത്ത് നീ സ്പർശിച്ചേ. ഇതാ വലത് കൈ കൊണ്ട് രോഗബാധിതമായ നിന്റെ ശരീരഭാഗത്ത് നീ സ്പർശിക്കും. എന്നിട്ട് നീ പറ, എന്റെ ദൈവം എന്നെ സ്പർശിക്കുന്നു, എനിക്ക് സൗഖ്യം തരുന്നു എന്ന്. നീ വിശ്വസിക്കാം. ആരെല്ലാം വിശ്വാസത്തോടുകൂടി ഇപ്പോൾ കരങ്ങള് രോഗബാധിതമായ ശരീരഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം കർത്താവ് സൗഖ്യം തരും. ആയിരങ്ങൾക്ക് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് ഉയർത്തുന്നതായി നീ കാണുക. അത് ഒരാളായി നീ മാറുന്നു. ഇതാ കർത്താവ് സൗഖ്യമായി മാറുന്നു. ഇതാ കർത്താവ് നിനക്ക് നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിക്ക് സൗഖ്യം മാറുന്ന നീ കാണുക. നിന്റെ കൈ തമ്പുരാനിലേക്ക് നീട്ടിപ്പിടിച്ചപ്പോൾ നിന്റെ കൈ തമ്പുരാന്റെ കരമായി മാറ്റിക്കൊണ്ട് കർത്താവ് നിനക്ക് സൗഖ്യം തന്നുകൊണ്ടിരിക്കുന്നു. നീ വിശ്വസിക്കുക. എന്റെ ദൈവം എനിക്ക് സൗഖ്യം തരുന്നു, എന്റെ ദൈവം എനിക്ക് സൗഖ്യം തരുന്നു, എന്റെ ദൈവം എനിക്ക് സൗഖ്യം തരുന്നു. നീ അത് പറഞ്ഞ് ആ സൗഖ്യത്തിന് അനുഭവം ഏറ്റുപറയുമ്പോൾ ആ സൗഖ്യം പൂർണ്ണമാകുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇനി ഈശോയ്ക്ക് നോക്കി, എന്നിട്ട് നീ പറ, എനിക്ക് ഈശോ സൗഖ്യം തന്നു. നീ ഒന്ന് പറ പ്രിയമുള്ളവരെ. നീ അത് പറയുമ്പോഴാണ് നിന്നിൽ കർത്താവ് പ്രവർത്തിച്ച ആ വലിയ അത്ഭുതം പൂർണ്ണമാകുന്നത്. ആരെല്ലാം വിശ്വാസത്തോടെ പറയുന്നു ആ സൗഖ്യം പൂർണ്ണമാകും. നീ പറഞ്ഞ്, ഈശോ എന്നെ തൊട്ടു, എനിക്ക് സൗഖ്യം നൽകി, എന്നെ അനുഗ്രഹിച്ചു, എന്റെ ദുഃഖം മാറി, എന്റെ വേദന മാറി, എന്റെ മനസ്സിന്റെ അസ്വസ്ഥത മാറി. എന്തൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധനയിലൂടെ നീ പ്രാർത്ഥിച്ചോ, അതെല്ലാം സംഭവിക്കുന്ന കണ്ടുകൊണ്ട് നീ പറയുന്നു. ഒപ്പം തന്നെ നീ ഒരു കാര്യം കൂടി നീ പ്രാർത്ഥിക്കണം. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുന്നേ നീ ഒരു കാര്യം കൂടി നീ പ്രാർത്ഥിക്കണം. എന്തെന്നാൽ ഇന്ന് നീയും നിന്റെ കുടുംബവും ഒരുപക്ഷെ ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ട ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ആണെങ്കിൽ നീ തമ്പുരാന് പറയണം. സക്കറിയ 2:5 വചനത്തെ യോഗ്യത നീ പ്രാർത്ഥിക്കണം. നീ തമ്പുരാന് പറയണം, തമ്പുരാന് എനിക്ക് നീ സംരക്ഷണ വലയം തരണം, നീ സംരക്ഷണത്തിന് കോട്ട കെട്ടണം. ഈ കോട്ട എന്ന് പറയുന്നത് അഗ്നി കൊണ്ട കോട്ടയാണ്. നീ പറയണം, നീ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ മാതാപിതാക്കും നിന്റെ ജോലി സ്ഥലത്തെല്ലാം അതാണ് ജോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ പുസ്തകം 9 അത് തന്നെയാണ് വായിച്ചത്. ഇതാ നിനക്കും നിന്റെ ദേശത്തിനും അതിലുപരി നിന്റെ കുടുംബത്തിനും എല്ലാം സംരക്ഷണ വലയം തരുന്നു. ഈ സംരക്ഷണ വലയം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ എന്തു ചെയ്യും? ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം നിന്റെ മധ്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മക്കളും മുട്ടുകുത്തുക. നീ കാണുക, ഈശ്വര ആശീർവാദം നിനക്ക് തരുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നിനക്കും നിന്റെ കുടുംബത്തിനും സംരക്ഷണ വലയം തരുന്നു. ഈ സംരക്ഷണ വലയം ദൈവീകമായ വലയമാണ്. അത് അഗ്നി കൊണ്ടുള്ള കോട്ടയാണ്. വചനം പറയുന്നു, ആർക്കും കയറി ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു സംരക്ഷണം തരുന്നു. ഒപ്പം അതിന്റെ മധ്യത്തിൽ മഹത്വമായി മാറുന്നു. ഇത് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം. ഇരുകാരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഈശോയുടെ സ്ഥാനത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇതാർക്കും പൊട്ടാനാവാത്ത വിധം തുറന്നു കിടക്കുന്ന വാതല്ല ഈശോ. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, വീഞ്ഞിനെ രക്തമാക്കി മാറ്റിയവൻ, രക്തത്തെ ജീവനാക്കി മാറ്റിയവൻ, ജീവനെ നിത്യജീവനാക്കി മാറ്റിയവൻ. ആ മാറ്റിയവന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും നീ സമർപ്പിക്കുകയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യ മക്കൾ. നിന്റെ വേദനകള്, നിന്റെ നൊമ്പരങ്ങള്, നിന്റെ കഷ്ടപ്പാടുകള്, രോഗങ്ങള്, രോഗപീഡനങ്ങള്, മുറിവുകളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഈ മുറിക്കപ്പെട്ട അപ്പത്തിന്റെ കരങ്ങളിലേക്ക്, ഈ മുറിവേറ്റ തമ്പുരാന്റെ കരങ്ങളിലേക്ക്
നിനക്ക് വേണ്ടി കൊല്ലപ്പെട്ട ആ ജീവിതത്തിലേക്ക് സ്നേഹത്യാഗമായി ബലിയായി അർപ്പിച്ചവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ നിന്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്വരം ഉയർത്തി ആ തരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തെ നോക്കിക്കൊണ്ട് ദൈവനാമത്തിന്റെ ശക്തി നീ ഏറ്റുവാങ്ങട്ടെ. ഇതാ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്, ഇതാ ഇതാ കുളക്കരയിൽ 38 വർഷക്കാല രോഗബാധിതനാൽ ഏറ്റ കർത്താവിന്റെ കരങ്ങളിലേക്ക് സൗഖ്യമായ സ്നേഹമായ ശാന്തിയായ സമാധാനമായി കടന്നു വന്ന നാഥന്റെ കരങ്ങളിലേക്ക് നിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. മനുഷ്യ മക്കളിലേക്ക് കൃപയും അനുഗ്രഹം ഒരുക്കുന്ന കർത്താവ്, നീ വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങട്ടെ. യേശു സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.